സൂര്യചന്ദ്ര ഭാഗം 19. പക്ഷേ അത് അതവളിലെ നാശത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത്. അതവളുടെ ജീവൻ തന്നെ അപഹരിച്ചില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒന്നും ഒറ്റയ്ക്ക് തീരുമാനിച്ച് ചെയ്യരുത്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ആലോചിച്ച് വേണം ചെയ്യാൻ. ആരുടെയെങ്കിലും തീരുമാനം പാളിപ്പോയാൽ ഉണ്ടാകാൻ പോകുന്നത് ചില്ലറ നഷ്ടങ്ങളായിരിക്കില്ല, പല ജീവനുകളായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. രുദ്ര ചന്ദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത്തിരി എടുത്തുചാട്ടം കൂടുതലാണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുന്നത്. ചന്ദ്രയെ നോക്കി വീണ്ടും പറഞ്ഞു. അവൾ അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കാൻ വേണ്ടിയല്ല, കാര്യമായിട്ട് പറഞ്ഞതാണ്. രുദ്ര പറഞ്ഞു. മതി മതി, ഇനി സംസാരിച്ച് വഴക്കുണ്ടാക്കണ്ട, ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് ശിവ നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ കാർ നിർത്തി. കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ശിവയും സൂര്യയും മുന്നിൽ നടന്നു. പുറകിലായി ചന്ദ്രയും. അവളോട് ചേർന്ന് രുദ്രൻ നടന്നെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ നടന്നു. പിണക്കമാണോ എന്നോട്? ഞാൻ അതിന് പിണങ്ങാൻ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ, രുദ്ര പറഞ്ഞു. അതിന് അവൾ രൂക്ഷമായ ഒരു നോട്ടം നൽകിക്കൊണ്ട് നടന്നു. അവളുടെ ഓരോ ഭാവങ്ങൾ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ചിരി പുറത്തേക്ക് വരാതെ അവൻ നടന്നു. അകത്തേക്ക് കയറും തോറും വളരെ ശാന്തമായ റൊമാൻറ്റിക് ഹിന്ദി മൂവി സോങ് കേൾക്കുന്നുണ്ട്. അവർ 4 പേരും ഒരു ടേബിളിൻ്റെ മുന്നിൽ ഒരുമിച്ചിരുന്നു. ഇത്രയും നേരം അനുഭവിച്ച ഒരു ശ്വാസമുട്ടലിൽ നിന്നും ഒരു ആശ്വാസമായി തോന്നി സൂര്യയ്ക്കും ചന്ദ്രയ്ക്കും. ജീവൻ കൈപ്പിടിച്ച് ഇത്രയും നേരം നിന്നത് എന്തും സംഭവിക്കുമായിരുന്നു. ആരാണ് തങ്ങളുടെ ശത്രുക്കൾ എന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ടെൻഷനും കൂടുതലായിരുന്നു. ശിവയും സൂര്യയും തമ്മിൽ സംസാരിച്ച് ചിരിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്ര മൗനമായിട്ട് സ്പൂൺ കൊണ്ട് അവൾ ഓർഡർ ചെയ്ത ചൂട് കോഫി കപ്പിൽ കലക്കിക്കൊണ്ട് ഇരുന്നു. കാപ്പിയുടെ മുകളിൽ വൃത്തങ്ങൾ ഉണ്ടാക്കി അത് മായ്ച്ച് വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. രുദ്ര അവളെ നോക്കിക്കണ്ടു. പക്ഷേ അവളുടെ കണ്ണുകൾ ആ കോഫി കപ്പിലേക്ക് മാത്രമായിരുന്നു. അവൾ പിണങ്ങിയിരിക്കുന്നു എന്ന് അവന് മനസ്സിലായിരുന്നു. സൂര്യ, നിനക്ക് ഓർമ്മയുണ്ടോ ക്യാമ്പിൽ നീ പറഞ്ഞത്, ഒരു പ്ലാൻ ഇല്ലെങ്കിലും ധൈര്യം മതിയാകും നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനും എന്ന് ശിവ ചോദിച്ചു. അതെ, അതിനുശേഷം ഞാൻ പ്ലാൻ ചെയ്യുന്ന പരിപാടി വിട്ടു. മുഴുവൻ സമയവും ധൈര്യത്തോടെയാണ് പോയത്, ഓരോ കാര്യങ്ങൾ ചെയ്തത്. കാരണം പ്ലാൻ ചെയ്തതൊന്നും നടക്കുന്നില്ല. പ്ലാൻ ചെയ്യുക മാത്രം നടന്നുകൊണ്ടിരുന്നു. അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പ്രവർത്തിച്ച് കാണിക്കാനായിട്ട് ഇറങ്ങിയത്. അതിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എൻ്റെ ചന്ദ്രയായിരുന്നു, അവൾ പറഞ്ഞു. ചന്ദ്രയെ നോക്കി. അപ്പോഴാണ് ചന്ദ്രയുടെ മുഖം സൂര്യ ശ്രദ്ധിച്ചത്. എന്തു പറ്റിയടാ? അവൾ ചോദിച്ചു. ഒന്നുമില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സീരിയസ് ആയിട്ടിരിക്കുന്നത് എന്താണ്? ശിവ ചന്ദ്രയെയും രുദ്രനെയും നോക്കി ചോദിച്ചു. ഒന്നുമില്ല, ഇനിയിപ്പോൾ അടുത്തത് എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു, ചന്ദ്ര പറഞ്ഞു. അവളുടെ പിണക്കം നോക്കിയിരുന്നു രുദ്ര. പിന്നെ ശിവ നോക്കിയത് രുദ്രനെയാണ്. ഒരു കള്ളച്ചിരി കണ്ടതും എന്തോ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് തോന്നി. അവൻ കണ്ണുകൾ കൊണ്ട് എന്താണെന്ന് ചോദിച്ചു. രുദ്ര കണ്ണ് ചിമ്മി കാണിച്ചു. ഒരാളുടെ പിണക്കം മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു കളക്ടറാണോ ഞാൻ? ശിവ ചോദിച്ചതും ചന്ദ്ര അവനെ ഒന്ന് നോക്കി. സൂര്യ ചിരി കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അവൾക്കറിയാം ചന്ദ്രയുടെ പിണക്കം എന്തിനായിരുന്നു എന്ന്. രുദ്ര പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അവൾക്ക്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. ചന്ദ്രയ്ക്ക് അവൾ ചെയ്യുന്നത് ആരെങ്കിലും മോശമാണെന്ന് പറഞ്ഞ പെണ്ണിന് അപ്പോൾ ദേഷ്യം വരും. ഇതും അങ്ങനെ തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ ശിവയെ കണ്ണു ചിമ്മി കാണിച്ചു. പതിയെ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അതെന്താ? ശിവ ചോദിച്ചു. അതോ, അവൾ രുദ്രനോട് പിണങ്ങിയിരിക്കുകയാണ്, പതിയാണ് സൂര്യ പറഞ്ഞത്. എന്തിന്? ശിവ ചോദിച്ചു. അവർ തമ്മിലുള്ള കാര്യം അവർ തമ്മിൽ പറഞ്ഞു തീർത്തോളും, സൂര്യ വീണ്ടും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാറിയിരുന്ന് കൊടുത്താലോ? അവരത് പറഞ്ഞു തീർക്കട്ടെ, ശിവ ചോദിച്ചു. അല്ലെങ്കിലും പിണങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയുണ്ടോ ചന്ദ്ര തനിക്ക്? രുദ്ര ചോദിച്ചതും അവൾ അവനെ മുഖമുയർത്തി ഒന്ന് നോക്കി. എന്നെ കളിയാക്കണ്ട, ചന്ദ്ര പറഞ്ഞു. കളിയാക്കിയതല്ല, പിണങ്ങിയിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. കുഞ്ഞിക്കുട്ടികളെ പോലെ മുഖം വീർപ്പിച്ച് കവളെല്ലാം വീർപ്പിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു ക്യൂട്ടാണെന്നറിയോ നീ, രുദ്ര പറഞ്ഞു. ചന്ദ്ര കോഫി എടുത്ത് കുടിച്ചു. പക്ഷേ ചുണ്ടുകൾക്കരിയിൽ ഒരു പുഞ്ചിരി ഒളിപ്പിച്ചിരുന്നു. എന്നാൽ അവളുടെ ആ പുഞ്ചിരി വ്യക്തമായിട്ട് രുദ്ര കാണുകയും ചെയ്തു. അപ്പോൾ പിണക്കം മാറിയോ? അവൻ ചോദിച്ചു. എനിക്ക് പിണക്കമൊന്നുമില്ല, അവൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? പിണക്കമെല്ലാം മാറിയല്ലോ. അയ്യോ, അതിന് പിണക്കമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ?
അത് കേട്ട ശിവ പറഞ്ഞു. 4 പേരും ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോഴും ഇത്രയും നേരം ഉണ്ടായിരുന്ന പിരിമുറുക്കവും കേസിനെ പറ്റിയും എല്ലാം 4 പേരും മറന്നു. അവരുടെ സംസാരവും മറ്റും കൊണ്ട് അവർക്ക് മൈൻഡ് റിലാക്സ് ആകുന്നത് പോലെ തോന്നി 4 പേർക്കും. മഴ കഴിഞ്ഞുവെങ്കിലും ചെറുതായി ചാറ്റൽ മഴ പോലെ പെയ്യുന്നുണ്ട്. അതിനോടൊപ്പം കാറ്റുമുണ്ട്. സൂര്യയെയും ചന്ദ്രയെയും അവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി ഇറക്കി. ഫ്ലാറ്റിലേക്ക് കയറിപ്പോകുന്നതിന് മുമ്പ് ചന്ദ്ര തിരിഞ്ഞു നോക്കി. ആ നോട്ടം പ്രതീക്ഷിച്ചതുപോലെ കാർ എടുക്കാതെ അവിടെ തന്നെ നിന്നിരുന്നു രുദ്ര. അവൻ്റെ അടുത്ത് കോ ഡ്രൈവിംഗ് സീറ്റിലുണ്ടായിരുന്ന ശിവ മതി മതി വണ്ടിയെടുക്ക് എന്ന് ചിരിയോടെ പറഞ്ഞു. അവിടെ നിന്നും അവർ തിരിച്ച് ഫ്ലാറ്റിലെത്തിയതും അവൻ കുറച്ച് ഫയലുകളും മറ്റുമായിട്ടിരുന്നു. അല്പസമയം കഴിഞ്ഞതും അവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഉറങ്ങി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഫയലും മറ്റും നോക്കി അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയതാണ്. അപ്പോഴാണ് ആ കോൾ വന്നത്. അവിടെ നിന്നും പറയുന്നത് കേട്ട് അവൻ ഞെട്ടലോടെ ഫോണിലേക്ക് നോക്കി. പിന്നെ വേഗം ചെന്ന് ശിവയെ വിളിച്ചു. എന്താ രുദ്ര? വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന അവനെ കണ്ട് ശിവ ചോദിച്ചു. വാ, ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അവൻ വേഗം അവൻ്റെ ഓഫീസ് മുറിയിലേക്ക് കയറി. കൂടെ ശിവയും. മേശപ്പുറത്തെ അവൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനുകളിൽ ഒരുപാട് കോഡ് ലൈനുകൾ പാഞ്ഞു പോകുന്നത് കണ്ടു. മോണിറ്ററിലെ നീല വെളിച്ചം റൂമിലേക്ക് കയറി വന്നു. ശിവയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. അവൻ ചെന്ന് കമ്പ്യൂട്ടറിലേക്ക് നോക്കി. സെർവർ റൂട്ട് ബ്ലാക്ക് ഡോർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻട്രി കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പോകാം, ശിവ പറഞ്ഞു. പക്ഷേ രുദ്ര, ഇവരെപ്പോഴാ? അറിയില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ വിളിക്കുന്നില്ല. ഫോണിനി ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നറിയില്ലല്ലോ. 2 എണ്ണവും കൂടിയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേഷ്യത്തോടെയാണ് അവൻ പറഞ്ഞത്. അതിന് നമ്മൾ കൊണ്ടുപോയി ആക്കിയിട്ട് അധികം സമയമായില്ലല്ലോ. അതെ, അത് തന്നെയാണ് ഞാനും ആദ്യം ആലോചിച്ചത്. ഒരു പക്ഷേ ഫ്ലാറ്റിലേക്ക് കയറിയിട്ടുണ്ടാവില്ല. അവിടെ നമ്മൾ കൊണ്ടുപോയി ഇറക്കി അപ്പോൾ തന്നെ പോയിട്ടുണ്ടാകും, രുദ്ര പറഞ്ഞു. എന്തായാലും ഏട്ടനൊന്ന് നോക്ക്. എനിക്ക് പറ്റുമോ എന്നറിയില്ല, ശിവ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പോകാം, ശിവ പറഞ്ഞു. നീ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല, രുദ്ര പറഞ്ഞു. അത് കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. ശിവ കേബിളുകൾ കണക്ട് ചെയ്തു. ഹെഡ്ഫോൺ വെച്ച് സിസ്റ്റത്തിൽ മുഴുകി. ഫോണിൻ്റെ സ്ക്രീനിൽ ഡീകോയ് ആക്സസ് ഓൺലൈൻ. സൂര്യയുടെ സന്ദേശം. മറ്റൊരു ഭാഗത്ത് വാമിക ഹെൽത്ത് കെയറിൻ്റെ പുറകുവാതിൽ. സൂര്യയും ചന്ദ്രയും ഗാർഡ് പോസ്റ്റിൽ കടന്ന് അകത്തേക്ക് നീങ്ങി. അവളുടെ കയ്യിൽ ID കാർഡ്. അത് അവൾക്ക് മുന്നേ മീരയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ പകർപ്പായിരുന്നു. ചന്ദ്ര, പതിയെ, നമുക്ക് 10 മിനിറ്റ് മാത്രം. അതിനുള്ളിൽ അവർക്ക് ഹാക്ക് പൂർത്തിയാക്കണം, സൂര്യ പറഞ്ഞു. അത് പറ്റും രുദ്രന്, എനിക്ക് ഉറപ്പുണ്ട്, ചന്ദ്ര പറഞ്ഞു. അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. പക്ഷേ ആ ചിരിക്കു പിന്നിൽ ആകുലതയും ഒരു പ്രതീക്ഷയുമുണ്ട്. ഫ്ലാറ്റിൽ ശിവയുടെ കൈകൾ വേഗത്തിൽ കീബോർഡിൽ പായുന്നു. എൻക്രിപ്ഷൻ വാൾ 3 ക്രാക്ക്ഡ്. മറ്റൊരു സ്ക്രീനിൽ ലൈവ് CCTV വീഡിയോകൾ. രുദ്ര അവയിൽ ഓരോന്നിൽ ചന്ദ്രയെ കാണുന്നു. നീല ഷർട്ട്, കറുത്ത ജാക്കറ്റ്. ഫയൽ റൂമിനരികിൽ അവൻ്റെ കണ്ണുകൾ അതിൽ കുടുങ്ങി. അവൾക്ക് അപകടം ഉണ്ടാകുമോ എന്ന പേടി അവൻ്റെ ശ്വാസം പതിയാക്കി. രുദ്ര, ഫോക്കസ്. ട്രാക്ക് 2-വിൽ നിന്നും ഫയൽ പുഷ് ചെയ്യണം, ശിവ പറഞ്ഞു. രുദ്രൻ്റെ കണ്ണുകൾ സ്ക്രീനിലാണ്. അവൾ അവിടെ ഒറ്റയ്ക്കാണ്, രുദ്ര പറഞ്ഞു. നീ അവളെ വിശ്വസിക്കുന്നില്ല രുദ്ര, ശിവ ചോദിച്ചു. അത് പറഞ്ഞെങ്കിലും അവിടെ സൂര്യയെ കാണാത്തതിൻ്റെ ചെറിയൊരു ടെൻഷൻ ശിവയ്ക്കും ഉണ്ടായിരുന്നു. വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് പേടിയുള്ളത്, രുദ്ര പറഞ്ഞു. അപ്പോഴേക്കും സ്ക്രീനിൽ സൂര്യയെയും കണ്ടു. സൂര്യയും ചന്ദ്രയും ഡാറ്റ റൂമിൽ. മുഴുവൻ സിസ്റ്റങ്ങൾ ഓണായി. സ്ക്രീനുകൾ മിന്നുന്നു. സൂര്യ ഫയർവാൾ ബൈപ്പാസ് ചെയ്യുമ്പോൾ ചന്ദ്ര USB-യിലേക്ക് ഡ്രൈവ് കണക്ട് ചെയ്യുന്നു. ചന്ദ്ര, ട്രാൻസ്ഫർ ഓൺ. 10 സെക്കൻഡ്. സൂര്യ, മീരയുടെ സെർവറിലേക്കാണ് എല്ലാം പോകുന്നത്. പിന്നിൽ പെട്ടെന്നൊരു ശബ്ദം. ഗാർഡിൻ്റെ ഫ്ലാഷ് ലൈറ്റ്. അവൻ അടുത്തേക്ക് എത്തുന്നു. സൂര്യ അതിവേഗം ലൈറ്റ് ഓഫ് ചെയ്തു. ചന്ദ്രയെ പിടിച്ചു വലിച്ച് അവർ ഇരുവരും ഷെൽഫിന് പിന്നിൽ ഒളിച്ചു. ചന്ദ്രയുടെ ഹൃദയമിടിപ്പ് കൂടി. സൂര്യ അവളുടെ കൈകളിൽ സ്പർശിച്ചപ്പോൾ അവൾ നിശബ്ദമായി ശ്വാസം പിടിച്ചു. ഗാർഡ് നീങ്ങിപ്പോയതിനു ശേഷം അവൾ കണ്ണുകളടച്ച് പറഞ്ഞു. 1 മിനിറ്റിനുള്ളിൽ നമുക്ക് പുറത്തേക്ക് പോകണം. ഫ്ലാറ്റിൽ രുദ്ര. ഡീകോയ് ഓഫ്ലൈൻ. എക്സ്ട്രാക്ഷൻ റൂട്ട് ഓപ്പൺ. സൂര്യ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ ചന്ദ്ര കയ്യും പിടിച്ച് അവർ പുറത്തേക്ക് പാഞ്ഞു. പുറത്ത് രാത്രി കാറ്റ് വീശുന്നു. റോഡിലേക്കിറങ്ങി. അപ്പോഴാണ് 2 പേർക്കും ശ്വാസം നേരെ വീണത്. അവർ അവരുടെ വണ്ടിയിൽ കയറാൻ പോയപ്പോഴാണ് റോഡിൻ്റെ അറ്റത്ത് രുദ്രൻ്റെ വണ്ടി കാത്തു കിടക്കുന്നത് കണ്ടത്. പുറത്തിറങ്ങി വണ്ടിയിൽ ചാരി രുദ്രം
ശിവയും നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടതും സൂര്യയും ചന്ദ്രയും പരസ്പരം നോക്കി അവരുടെ അടുത്തേക്ക് നടന്നു. അവരുടെ മുന്നിൽ ചെന്ന് നിന്നതും രുദ്ര ശിവയെ നോക്കി. രുദ്രന്റെ കയ്യിലെ വണ്ടിയുടെ താക്കോൽ ശിവയെ ഏൽപ്പിച്ചുകൊണ്ട് അവൻ ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു. നിന്റെ വണ്ടിയുടെ താക്കോൽ? അവൻ ചോദിച്ചു. ചന്ദ്ര അടുത്തു നിന്ന സൂര്യയെ നോക്കിക്കൊണ്ട് അവളുടെ പോക്കറ്റിൽ നിന്നും ബുള്ളറ്റിന്റെ ചാവി അവന്റെ നേരെ നീട്ടി. അവൻ അതും വാങ്ങി അവളുടെ കയ്യിൽ പിടിച്ചു. അവളെയും കൊണ്ട് നടന്നു. അവളുടെ പുറകെ പോകാൻ പോയ സൂര്യയുടെ കയ്യിൽ ശിവ പിടിച്ചു. എങ്ങോട്ടാ നീ? ഇതിൽ കയറ്. ശിവ അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവന്റെ മുഖത്തെ ദേഷ്യവും സംസാരത്തിൽ നിന്നും മനസ്സിലായതും സൂര്യ ഒന്നും മിണ്ടാതെ വണ്ടിയിലേക്ക് കയറി. അവൾ രുദ്രന്റെ കൂടെ ബൈക്കിൽ കയറുന്ന ചന്ദ്രയെ ഒന്ന് നോക്കി. രുദ്രൻ ആ ബുള്ളറ്റും എടുത്ത് പാഞ്ഞുപോയി. ചന്ദ്ര വണ്ടിയിൽ കയറിയപ്പോൾ അവളുടെ മുടിയിൽ വീണ മഴത്തുള്ളികൾ രുദ്രന്റെ കയ്യിൽ പതിഞ്ഞു. അവൻ ഒന്നും പറയാതെ അവളുടെ മുഖം നോക്കി. അവൻ ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും മിഷൻ പൂർത്തിയായി. ചന്ദ്ര പറഞ്ഞു. ഇതെപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്? ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്കൊന്നും ചെയ്യരുത് എന്ന്. സ്വന്തമായിട്ട് അപ്പോൾ തന്നെ തീരുമാനം നീ എടുത്തു അല്ലേ? ഒരു വാക്ക് ഞങ്ങളെ അറിയിച്ചില്ല. എന്നെ ഒന്ന് വിളിച്ച് പറയാൻ നിനക്ക് തോന്നിയില്ല അല്ലേ ചന്ദ്ര? ദേഷ്യത്തിലാണ് അവൻ ചോദിച്ചത്. ഒന്നും മിണ്ടാതെ ചന്ദ്ര മുറുകെ പിടിച്ചിരുന്നു. അത്രയും വേഗത്തിലാണ് അവൻ വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഒന്നും മിണ്ടിയില്ല രണ്ടുപേരും. വണ്ടി അവർ സ്ഥിരം കാണുന്ന കടൽക്കരയിൽ തന്നെ കൊണ്ടുപോയി നിന്നു. ഇറങ്ങാതെ അപ്പോഴും ബുള്ളറ്റിൽ തന്നെ ഇരിക്കുന്ന അവളോട് ഇറങ്ങ്, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവൾ ഇറങ്ങിയതും രുദ്രനും ഇറങ്ങി. അവൻ അവളെ പിടിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് ഇനി അടുത്ത യുദ്ധം എപ്പോഴാണ് നീ തുടങ്ങുന്നത്? അവൻ ചോദിച്ചു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. മീര അറിയും നിങ്ങളാണ് ഇതിന് പിന്നിലെന്ന്, രുദ്ര പറഞ്ഞു. നിങ്ങളുടെ അമ്മയാണ് മീര. പക്ഷേ അവരുടെ നിലനിൽപ്പിനു വേണ്ടി നിങ്ങൾ മക്കളാണെന്ന് പോലും ചിലപ്പോൾ അവർ ഓർത്തെന്ന് വരില്ല. അത് കേട്ടതും ചന്ദ്രയുടെ കണ്ണുകളിൽ തീയും പേടിയും ചേർന്നൊരു തിളക്കം. അവൻ അവളുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചു. നീ ഒറ്റയ്ക്കല്ല എന്ന് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, പക്ഷെ നീയാണ് എന്നെ ഒറ്റയ്ക്കാക്കുന്നത്. എന്തിനാണ് അത്? അവൻ ചോദിച്ചു. മഴ വീണ്ടും പെയ്തു തുടങ്ങി. അവരുടെ മുഖത്ത് മഴത്തുള്ളികൾ, ചുറ്റും നിശബ്ദത. അവനെ നനച്ചുകൊണ്ട് ആ മഴ പെയ്തിറങ്ങി. ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എൻ്റെ ആരാണ്? അവൾ ചോദിച്ചു. അവൻ്റെ മുഖത്ത് നോക്കി, അവൻ്റെ കണ്ണുകളിൽ നോക്കിയായിരുന്നു അവളുടെ ചോദ്യം. അറിയില്ലേ, എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നിനക്ക് ഇത്രയായിട്ടും മനസ്സിലായില്ലേ ചന്ദ്ര? രുദ്ര ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. നീ എനിക്ക് എന്ത് സ്ഥാനമാണ് തന്നതെന്ന് എനിക്കറിയില്ല. നീ അവിടെയാണ് എന്നറിഞ്ഞ നിമിഷം ഞാൻ ശരിക്കും സ്വയം മറന്നുപോയി. നിനക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും, എന്തും. അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളിൽ ഉടക്കി. ഒരു നിമിഷം അവർ തമ്മിൽ ഒന്നായി നിന്നു. മഴയുടെ ശബ്ദം, കടലിൻ്റെ ഇരമ്പൽ, ഹൃദയത്തിൻ്റെ താളം, അവിടെ അത് മാത്രമായിരുന്നു. രണ്ടുപേരെയും നനച്ച് മഴ പെയ്തിറങ്ങിക്കൊണ്ടിരുന്നു. എന്നാലും രണ്ടുപേരും പരസ്പരം അകന്നു മാറിയില്ല. എനിക്കെന്തെങ്കിലും സംഭവിച്ചാ നിനക്കെന്താ? അവൾ വീണ്ടും ചോദിച്ചു. ആ ചോദ്യത്തിൽ അവൾ എന്തോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ അവന് തോന്നി. പെട്ടെന്ന് അവൻ അവളുടെ കവിളിൽ പിടിച്ച് കൈയെടുത്തു മാറ്റി അവളുടെ അരയിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. ഈ തൻ്റെടിയായ പെണ്ണിനെ എന്നെക്കൊണ്ട് മാത്രമേ മെരുക്കിയെടുക്കാൻ പറ്റൂ. മറ്റാർക്കും നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിന്റെ ഈ കുറുമ്പുകൾ, നിന്റെ ഈ ആവേശം ഒന്നും താങ്ങാൻ മറ്റൊരാൾക്ക് പറ്റില്ല. അത് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. കാരണം അതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. നീ എൻ്റെ മാത്രമാണ്. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് നിന്നെ. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ മഴയെയും ആ കടലിനെയും സാക്ഷിയാക്കി രുദ്ര അവൻ്റെ മനസ്സിലെ പ്രണയം പറഞ്ഞു. നിന്നെ എനിക്ക് നഷ്ടമാകുന്നത് സഹിക്കാൻ പറ്റില്ലടി മരം കീറി പെണ്ണെ. അവൻ പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ച് കാണിച്ചു. അത് കണ്ടപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന പിരിമുറുക്കം മാറി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മിന്നി. ചുണ്ട് കൂർപ്പിച്ചതും അവളുടെ അധരങ്ങളിലേക്ക് മഴത്തുള്ളികൾ വീണു. അവനത് നോക്കി നിന്നു. അവൾ പെട്ടെന്ന് അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടുകളിലാണെന്ന് അറിഞ്ഞതും അവൾ പെട്ടെന്ന് തല താഴ്ത്തി. അവൾ പറഞ്ഞു, രുദ്ര, നിങ്ങളാണ് എൻ്റെ ബലം. എനിക്ക് ഒന്നും സംഭവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഒരു ധൈര്യം. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം അമ്മയ്ക്ക് നേരെയുള്ള ഈ യുദ്ധത്തിന് ഞാനിപ്പോൾ ധൈര്യത്തോടെ ഇറങ്ങുന്നതും, അവൾ പറഞ്ഞു.
അത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ കൈകൾ വെച്ചു. ഒരു കൈ അവളുടെ ഇടുപ്പിൽ മുറുകി അവനിലേക്ക് ചേർത്ത് നിർത്തി. പെട്ടെന്ന് ഒരു മിന്നൽ അവരുടെ മുഖത്ത് പതിഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ഒരു പുഞ്ചിരിയോടെ അവളെ അവൻ മുറുകെ പുണർന്നു. അവരെ നനയിച്ചുകൊണ്ട് ആ മഴ പേമാരി പോലെ പെയ്തിറങ്ങാൻ തുടങ്ങി. എന്നാലും രണ്ടുപേരും അകന്നു മാറാതെ ആ മഴയിൽ അലിഞ്ഞു ചേർന്ന് നിന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.